GST പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കേരളയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബിഡിയും ബീഹാറും ബിയിൽ തുടങ്ങുന്നത് കൊണ്ട് ഇനി അത് പാപമായി കണക്കാക്കാനാവില്ല എന്ന രീതിയിലായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം. സാധാരണയായി നികുതി സംബന്ധിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കാറില്ല. എന്നാൽ ഇത്തവണ പോസ്റ്റിൽ ഉപയോഗിച്ച ഭാഷയും അതിലൂടെ ബീഹാർ സംസ്ഥാനത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശവും കാര്യത്തെ വളരെയധികം രാഷ്ട്രീയവൽക്കരിക്കാൻ കാരണമായി. പോസ്റ്റ് വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ കൊഴുക്കുകയായിരുന്നു. BJP നേതാക്കളും JDU നേതാക്കളും ചേർന്ന് അതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നോ ഉടൻ തന്നെ വിശദീകരണം ലഭിക്കാതിരുന്നതിനാൽ വിവാദം മണിക്കൂറുകൾക്കിടയിൽ ദേശീയ തലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ബിഡിയും ബീഹാറും തമ്മിലുള്ള B എന്ന അക്ഷരത്തെ ആശ്രയിച്ചുള്ള കോൺഗ്രസ് അക്കൗണ്ടിലെ പരാമർശം പലർക്കും ചെറിയ തമാശയായി തോന്നാമെങ്കിലും അത് രാഷ്ട്രീയ പ്രതിപക്ഷം അതിനെ വലിയൊരു വിഷയമാക്കി മാറ്റുകയായിരുന്നു. BJP JDU നേതാക്കൾ എന്നിവർ അത് ബീഹാറിലെ ജനങ്ങളെ നേരിട്ട് അപമാനിക്കുന്ന പരാമർശമാണെന്ന് ആരോപിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നും തന്നെ നിരവധി നേതാക്കൾ എക്സ് അക്കൗണ്ടിൽ മറുപടികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആരോപിച്ചത് കോൺഗ്രസ് പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അവിടുത്തെ ജനങ്ങളെയും താഴെ ഇറക്കി കാണിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നാണ്. കഴിഞ്ഞ കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെക്കുറിച്ച് ചിലർ നടത്തിയ പരാമർശങ്ങളും ഇപ്പോഴത്തെ ബീഹാറിനെ കുറിച്ചുള്ള പോസ്റ്റും കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം വെളിവാക്കുന്നതെന്നാണ് അവരുടെ വാദം. ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട് ചൗധരി വളരെ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. ആദ്യം നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചു, ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ബീഹാറിനെയും അപമാനിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ മുഖം തുറന്നു കാണിക്കുന്ന സംഭവമാണ് എന്ന് അദ്ദേഹം എക്സിൽ കുറിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വലിയ രീതിയിൽ പ്രചരിക്കുകയും BJP പ്രവർത്തകരുടെ ഇടയിൽ ആവേശം സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം നിരന്തരം തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണെന്നാണ്. JDU നേതാവ് സഞ്ജയ് കുമാർ ദത്തയും കോൺഗ്രസിന്റെ പോസ്റ്റിനെതിരെ ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചു. B എന്ന് വരുന്നത് ബിഡിക്ക് മാത്രമല്ല ബുദ്ധിക്കുമാണ് എന്നാണ്. എന്നാൽ കോൺഗ്രസിന് അതൊരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസപരമായ വിമർശനം. കൂടാതെ ബീഹാറിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക സാമ്പത്തിക സഹായം ലഭിക്കുമ്പോൾ കോൺഗ്രസിന് അസൂയ തോന്നുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താനാണ് ഇത്തരം പരാമർശങ്ങൾ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാറിന്റെ സംസ്കാരത്തെയും ജനാധിപത്യ ചരിത്രത്തെയും നിരസിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ ഈ പ്രവൃത്തി അംഗീകരിക്കാനാവാത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദം ശക്തമാകുന്നതിനോടൊപ്പം BJP നേതാക്കൾ കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ ആക്രമണത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. B for BD, B for ബീഹാർ എന്ന് പറയുന്ന കോൺഗ്രസ് C for കോൺഗ്രസ്, C for കറപ്ഷൻ എന്നും പറയാൻ തയ്യാറാകുന്നുണ്ടോ എന്നായിരുന്നു ചില BJP നേതാക്കളുടെ പ്രതികരണം. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും എല്ലാം അഴിമതിയുടെ പ്രതികരണമാണെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്ററുകളും കാർട്ടൂണുകളും പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിലൂടെ ബീഹാറിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിക്കുന്നതാക്കി മാറ്റുകയാണ്. ജനങ്ങൾക്കിടയിലും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവാദം രൂക്ഷമായപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആ പോസ്റ്റ് ഔദ്യോഗികമായി പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ആ പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം കുറയ്ക്കാനൊന്നും സാധിക്കുന്നില്ല. മറിച്ച് BJP നേതാക്കൾ കോൺഗ്രസിന്റെ നടപടി തന്നെ കുറ്റസമ്മതമാണെന്ന് ആരോപിക്കുകയാണ്. പോസ്റ്റ് പിൻവലിച്ചത് അവർക്ക് തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലായതിനാലാണെന്നാണ് പറയുന്നത്. എന്നാൽ ക്ഷമ ചോദിക്കാതെ വെറും പിൻവലിക്കൽ കൊണ്ട് കാര്യമില്ല എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിക്കാതിരുന്നതും വിവാദത്തിന് കൂടുതൽ ഇന്ധനം പകരുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ GST കൗൺസിലിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ബീഡികൾക്കുള്ള GST നിരക്ക് 28% നിന്ന് 18% കുറച്ചതാണ് കൗൺസിൽ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം ബീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇലകൾക്ക് 18% നിന്ന് 5% വരെ നികുതി കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പുകയിലയും സിഗരറ്റുകളും പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ പ്രത്യേക നികുതി നിരക്ക് ഏർപ്പെടുത്താനും നിർദ്ദേശിക്കുകയായിരുന്നു. ആരോഗ്യപരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നികുതി വ്യവസായങ്ങൾ ആവശ്യമാണ് എന്ന് ചിലർ വാദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റ് പിൻവലിക്കൽ അതിന് രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നതായിരുന്നു. ആരോഗ്യ വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും ബീഡിക്ക് നൽകിയിരിക്കുന്ന നികുതി ഇളവ് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് വിമർശിച്ചു. അവരുടെ അഭിപ്രായത്തിൽ ബീഡിയും പുകയിലയും ഒരുപോലെ ആരോഗ്യത്തിന് ദോഷകരമാണ്. എന്നാൽ തൊഴിൽ മേഖലയിൽ ബീഡിയുടെ പങ്ക് വലിയതായതിനാൽ സർക്കാർ അതിനെക്കുറിച്ച് വ്യത്യസ്ത സമീപനം സ്വീകരിക്കേണ്ടതായി വന്നു. കോൺഗ്രസ് നേതാക്കളുടെ പോസ്റ്റ് ആരോഗ്യപരമായ വാദങ്ങൾക്കപ്പുറം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണെന്ന് പലർക്കും വ്യക്തമായിരിക്കുകയാണ്. ബീഹാറിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ
കോൺഗ്രസിന്റെ പോസ്റ്റ് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. BJPയും JDUവും ചേർന്ന് അത് സംസ്ഥാനത്തെ ജനങ്ങളുടെ അഭിമാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഗ്രാമീണ മേഖലകളിലും നഗരങ്ങളിലും ആളുകൾ തമ്മിൽ ചർച്ചയായി മാറിയപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഈ വിവാദം പ്രധാന വിഷയമാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് പ്രവർത്തകരിൽ തന്നെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ.